പ്രിയപ്പെട്ടവരെ, ഇന്ന് ആദ്യം തന്നെ പറയട്ടെ, പ്രാർത്ഥന ചൊല്ലിയത് വളരെ ഇഷ്ടമായി എനിക്ക്. നല്ലൊരു പ്രാർത്ഥന, നന്നായിട്ട് ചൊല്ലി. ഇത് അവിടുത്തെ മക്കളല്ലേ നിങ്ങൾ, നന്നായിട്ട് ചൊല്ലി. എന്തായാലും നമ്മളെല്ലാവരും കാത്തിരുന്ന ഇങ്ങനെ നല്ലൊരു സന്ധ്യ നമുക്ക് വേണ്ടി കാത്തുവെച്ച സർവേശ്വരന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഒരുപാട് സന്തോഷത്തിലും അതിലേറെ വാത്സല്യത്തിലും അതിലേറെ അഭിമാനത്തിലുമാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം 1993 ഞാൻ എൻ്റെ അധ്യാപന ജീവിതം തുടങ്ങിയത് മണ്ടിത്താവളത്ത്. അത് കഴിഞ്ഞ് PSC കിട്ടി 97 പട്ടഞ്ചേരി സ്കൂളിൽ വരികയാണ്. അപ്പോൾ ആ 97 ഫസ്റ്റ് ബാച്ചുകൾ 5, 6, 7 UP സെക്ഷനിലാണ് വന്നത്. അതിൽ 7ാം ക്ലാസ്സിലെ വന്ന ദിവസം തൊട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു വിദ്യാർത്ഥിയാണ് നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ശിവദാസ്. കാരണം മിടുക്കൻ എന്ന് നമുക്ക് പറയാൻ തോന്നുന്ന ഒരു വിദ്യാർത്ഥി. എപ്പോഴും നമ്മൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഏറ്റവും വികൃതി കുട്ടികളെ നമ്മൾ ഓർമ്മിക്കും, ഏറ്റവും എന്താ പറയുക മിടുക്കരായ വിദ്യാർത്ഥികളെ ഓർമ്മിക്കും, ഏറ്റവും ഏതെങ്കിലും ഒരു തരത്തിൽ കഴിവ് തെളിയിച്ച കുട്ടികളെ നമ്മൾ മറക്കാറില്ല. ബാക്കി മറക്കണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, ഒരുപാട് കുട്ടികൾ കയ്യിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന മുഖങ്ങള്, പേരുകൾ ഇതൊക്കെയാണ്. ആ തരത്തില് ശിവദാസിനെ ഞാൻ ഒരു കാലത്തും മറന്നിട്ടില്ല, അവരുടെ ഒരു ബാച്ചിനെയും മറന്നിട്ടില്ല. ഒന്ന്, എൻ്റെ ഗവൺമെന്റ് സ്കൂളിലെ ആദ്യത്തെ ബാച്ച്. 2, നമുക്ക് പഠിപ്പിക്കാൻ ഇഷ്ടം തോന്നുന്ന കുട്ടികൾ, ഇനിയും 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 ചോദിച്ച് നമ്മളോട് വാങ്ങുന്ന കുട്ടികൾ. അതും പഠനം മാത്രമല്ല, കണക്കായിരുന്നു ഞാൻ അവർക്ക് എടുത്തത്. കണക്കിന് എത്ര കഷ്ടമുള്ള ചോദ്യങ്ങൾ കൊടുത്താലും അത് ശ്രമിച്ച് ചെയ്ത് ഏറ്റവും ആദ്യം ചെയ്യുന്ന ആൾ എന്ന് എനിക്ക് ശിവദാസിനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ തോതിലിരിക്കുകയും അതിനോടൊപ്പം തന്നെ ഹാൻഡ് റൈറ്റിങ്, ചിത്രം വര, ഇതൊക്കെ ഞാൻ ശിവദാസിനെ ശ്രദ്ധിച്ച കാര്യങ്ങളായിരുന്നു. അതുമാതിരി എല്ലാ മത്സരത്തിലും കുഞ്ഞുകുട്ടികളോട് പറയാനുള്ള ആ കാര്യമാണ് ഞാൻ എപ്പോഴും സ്കൂളിലെ കുട്ടികളോട് പറയുന്നതാണ്. നമുക്ക് സ്കൂൾ കാലഘട്ടത്തിലാണ് നമുക്ക് ഏത് പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റും. ഒരു മനസ്സിൽ ഒരു ഭാരവും ഇല്ലാതെ ഞാൻ തോറ്റു പോകുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാട്ടും മോശമാണോ ചിന്തിക്കാതെ കിട്ടുന്ന അവസരങ്ങളൊക്കെ ചാടി പിടിച്ച് നമ്മൾ പങ്കെടുത്ത് അതിൽ നമ്മൾ കുറെ കഴിയുമ്പോൾ നമ്മൾക്ക് തെളിയിക്കാൻ പറ്റും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, മറ്റുള്ളവരുടെ കൂടെയാണോ, അതോ കുറച്ച് മുന്നിലാണോ, അതോ ഇനി നമ്മൾ മെച്ചപ്പെടാനുണ്ടോ. നമ്മൾ പങ്കെടുക്കാതിരുന്ന അങ്ങനെ അറിയോ, നമ്മൾ എന്താണ് ചെയ്യണമെന്ന് അറിയോ, നമുക്ക് ഡാൻസ് ചെയ്യാൻ അറിയോ നമുക്കറിയില്ല, പാട്ട് പാടാൻ അറിയോ നമുക്കറിയില്ല, നമുക്ക് ഓടാൻ അറിയോന്ന് അറിയില്ല, ചാടാൻ, ഇതൊന്നും നമുക്ക് നമ്മളെ തിരിച്ചറിയില്ല. ഒരുപാട് കഴിവുള്ള കുട്ടിയാണ് എന്ന് ശിവദാസ് തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. അത് കാണാൻ ഞാൻ 2-3 വർഷം ഞങ്ങൾ